So hello guys, welcome back to my channel guys. Mask Boy Gaming 2.0. അപ്പം പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം. നമ്മളിന്ന് പുതിയ ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ കളിച്ചു, സീനില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതൊക്കെ പോലെ അപ്പം നമ്മൾ ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് അത് ഞാൻ സെർച്ച് ചെയ്യാം. കാരണം പേര് കൊച്ചു കുട്ടികളും കാണും ചിലപ്പം. അയ്യോ പെട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇതിൻ്റെ പേര് ബ്ലഡ് ബോട്ട്സ്. ഇത് പ്ലേ സ്റ്റോറിൽ അപ്ലൈ ആണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ എടുത്ത് കയറ്റി കളിക്കാൻ. നല്ല MB കുറച്ചേ ഉള്ളൂ. ഞാനത് കളിച്ചിട്ടുണ്ട് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെയാണ് കളിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ് ലോഡായി വന്നു, കുറച്ച് നേരം എടുത്തു. എൻ്റെ കുറേ ടൈം പോയി, അത് കാരണം. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. നിങ്ങൾക്ക് പല പല ക്യാരക്ടർ ആവാൻ പറ്റും. ഇതിനകത്ത് വാനുണ്ട്, കാറുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ബോട്ട്സിൻ്റെ ചിഹ്നം കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും. നമുക്ക് ഡെമ്മീനെ വെക്കാം. അത് ഇവിടെ എല്ലാവരും തട്ടിക്കൊണ്ട് പോവാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആനിമലിനല്ല ഇതൊന്നും ഇല്ല. അപ്പം നമ്മൾ കാറും ഉണ്ട്, ഒരു വാനുണ്ട്, പിന്നെ ഈ GT നമ്മളെ ഗെയിം ത്രബസ് ആ വണ്ടിയുണ്ട്. അത് നമുക്ക് 2 വീഡിയോ അപ്പോഴത്തേക്ക് ഗായ്സ് വീഡിയോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു വീഡിയോ വന്നു. അപ്പം നമ്മൾ ഈ ഒരു വാനിലിട്ടാണ് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. ഇത്രയും ആൾക്കാരെ ഈ ഒരു വാനിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംശയമാണ്. ഞാൻ വണ്ടിക്കകത്ത് കയറട്ടോ. നമ്മൾ ഈ മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാവത്തില്ല. ശബ്ദം മാറ്റണം, കാരണം എൻ്റെ കൂടെ കളിക്കുന്ന കുറേ പേര് കളിക്കുന്നുണ്ട്. എടോ ഇങ്ങോട്ട് വാടാ, നോക്കേ വാ. അല്ല ആരാ പേരെന്താ? എൻ്റെ പേര് രംഗൻ. ഇങ്ങോട്ട് വാടാ. ഞാനേ ഈ ആൾക്കാരെ ഐസ്ക്രീം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുന്ന ആളാണ്. എൻ്റെ കയ്യിലൊരു തോക്കൊക്കെ. അയ്യോ അതൊന്നുമില്ല, അത് ഞാൻ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സാധനമാണ്. മോനെ എന്തെങ്കിലും പറ്റിയോടാ? ഞാൻ പറ്റിയോ നിനക്ക്? എന്തെങ്കിലും പറ്റിയോടാ? താൻ എൻ്റെ കൂട്ടുകാരനെ ഇടിക്കാറായോടാ? ഇന്നാ പിടിച്ചോട്ടിൻ. തനിക്ക് താൻ്റെ കൂട്ടുകാരനെ ഇടിക്കാറായോ? ഇവിടെ കുട്ടിയോർക്ക എന്തുവാടാ കാണിക്കുന്നത്? പിന്നെ ഞാൻ ഇത് കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും എല്ലാത്തിൻ്റെ അവസ്ഥ. ശബ്ദം മറ്റു കാര്യമാര് മനസ്സിലായിട്ടില്ല. നീ എൻ്റെ കൂട്ടുകാരനെ അടിക്കാറായോടാ നീയൊക്കെ? അയ്യോ മിസ്സായി പോയല്ലോ. നീ എന്നെ ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നു. കാലമാരി നിന്നെ ഞാൻ എനിക്ക് ഈ തോക്ക് ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഞാനവിടെ ഡ്രോപ്പ് ചെയ്തേക്കാണ്. പെട്ടി എടുക്കട്ടെ. നെയ്മാർക്ക് ഇന്നാ പിടിച്ചോ എൻ്റെ വക. അയ്യോ മിസ്സായിപ്പോയി. നെയ്മാർക്ക് എൻ്റെ വക ഒരു തോക്ക് ഞാൻ എന്താ എൻ്റെ കയ്യിൽ കണ്ടു. ഞാൻ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. എവിടെ പൊട്ടുന്ന പോയി? ഞങ്ങൾ അങ്ങനെ ചാവുന്നവനല്ലടാ.
ഞാൻ അങ്ങനെ ചാവത്തില്ല. നമുക്ക് നമ്മളെ ശബ്ദം മാറ്റാം. അവന്മാര് ചത്ത്. എൻ്റെ ഒരു ബോസ് ഉണ്ട്. ആ ബോസ് പറഞ്ഞിട്ട് മാത്രമാണ് എനിക്കിങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല. എൻ്റെ ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതോ ഹുഡറാ ബാക്കിലത്തെ 2 ഡോറ് തുറന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നത്. കാരണം പല ആൾക്കാർ നമ്മളെ ബോസ് പറയുന്നതാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബോസ് ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പൊക്കിയെടുക്കണ്ട, നീമാരി ഈ തോക്ക് വെച്ച് പൊക്കിയെടുത്തിട്ടാൽ മതിയെന്ന്. അങ്ങനെ സിമ്പിളാണ്. ഇവന്മാർക്ക് പല ആൾക്കാർക്കും ജീവൻ കാണും, പല ആൾക്കാർക്കും ചാവാത്ത ആൾക്കാർക്കും. ഈ പല അവരെയൊക്കെ ബോസ് ചെയ്തോളും. ബോസും എന്നെപ്പോലെ ഇരിക്കുന്നതാണ്. കാരണം ഞാനും ബോസും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ യൂണിഫോം ഇതാണ്, ഈ ഒരു ഡ്രസ്സ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വാൻ ഓടിച്ച് ഐസ്ക്രീം കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ വാനിൽ തന്നെ എനിക്കിങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ബോസ് കാരണം. ബോസ് പറയുന്ന ഏതെങ്കിലും ഒരാളെ നീ ഫ്രണ്ടിൽ ഇരുത്തണമെന്നാണ്. കാരണം ഫ്രണ്ട് സീറ്റ് ഇത് ആകും. ബാക്ക് സീറ്റ് അടച്ചു. അയ്യോ, ഇത് ഞാനിരിക്കുന്ന സീറ്റാണ്. സാരില്ല. ആ ഡോർ, അയ്യോ ഹുഡ്, അപ്പുറത്തെ ഡോറ്. അത് ഈ പുള്ളീനെ നമുക്ക് നമ്മളെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്രയും നാൾ കേൾക്കുകയായിരുന്നു. ഇപ്പം നമ്മളിന്ന് മാസ്ക് ബോയ് ഗെയിമിംഗ് 2.0 ആക്കിയിട്ടുണ്ട്. ആർക്കും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ചുമ്മാ അടിച്ചു നോക്കി. സ്പെല്ലിങ് എത്തിയുണ്ട്. വേറൊരുത്തൻ്റെ ചാനലാണ് KL Boy 2 KL ബോയ്സ് ആണ്. അയ്യോ ഞാൻ താര വീണു പോയി. അയ്യോ എൻ്റെ ജണ്ണ് താര വീണു പോയി. എൻ്റെ കണ്ണ്. പോട്ടെ, നമുക്ക് അടുത്ത കണ്ണെടുക്കാം. അപ്പം ഞാൻ ഇവനെയും കൂടെ കയറ്റുന്ന ടൈം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്താ ഇപ്പം കണ്ടോണേ, കീപ് നോട്ട്സ് ആഡ്സ് എന്നടിക്കുമ്പോൾ അത് തന്നെ വരും. അത് സൺനെസ്റ്റിൻ്റെ എന്തോ ഇതായിരുന്നു. ഇവനെ ഇപ്പോൾ തലക്കാലം നമുക്ക് കയറ്റാൻ പറ്റുന്നില്ല. കതവ് ക്ലോസ്. ബാക്ക് ഓൺ. എന്നിട്ട് നീ വരൂ. അപ്പോൾ തലക്കാലം നമുക്ക് ബോസിൻ്റെ അടുത്ത് പറയാം, സോറി ബോസ്, ഇവനാണ് ചുറ്റിക വെച്ചെൻ്റെ തലക്കടിക്കാൻ നോക്കി ഇവൻ. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവനെ 2-3 വെടിയൊക്കെ കൊടുത്ത്. അയ്യോ, അപ്പം ഞാനും കൂടെ അത് ചെയ്ത് കിടന്നേനെ. പിന്നെ എൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊല്ലൊരു ചലഞ്ച്. ഈ വീഡിയോയ്ക്ക് വെറും 10 ലൈക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തൊരു ഗെയിം ആയാലും ഞാൻ കളിക്കും. ഇപ്പം സത്യം. അയ്യോ വണ്ടിക്കകത്ത് കയറല്ലേ, ലവന്മാർ തെറിച്ചു. ഇത് സത്യം. പറ്റുന്നില്ല, എൻ്റെ ടൈം പോന്നു. അതിന്ന് പിന്നെ നമ്മളെ കഷ്ടപ്പാട് മനസ്സിലാകത്തില്ല. കാരണം നേരത്തെ തന്നെ കണ്ടില്ലേ, ഇവന്മാർ തിരിച്ച് നമ്മൾ മറ്റേ ആൾക്കാരിനെ കൊല്ലുന്ന കാണുമ്പം ഇവന്മാർ നമ്മളെ തലക്കടിക്കാൻ നോക്കും. അപ്പം ആ കഷ്ടപ്പാട് ഞങ്ങളെ ബോസിന് മനസ്സിലാകത്തില്ല. അപ്പം അതിന് തലക്കാലം ഇപ്പം കിടക്കട്ടെ. അയ്യോ, ആ ഡോറിൽ എന്ത് പറ്റി?
നന്നായിട്ട് അടങ്ങില്ലേ അത്? തോന്നുന്നു അടങ്ങി അടങ്ങി. അങ്ങനെയുള്ളൂ. ടാർഗറ്റ്സ് പടം നമുക്ക് പല ആൾക്കാർക്കും അറിയായിരിക്കും. അറിയാത്ത ലാസ്റ്റ് ആംബുലൻസിൽ സിമുലേറ്റർ ഇന്തോനേഷ്യ പാർട്ട് 2 അത് ഇന്ന് റിലീസ് ചെയ്യും. ഒരു ദിവസം 2 വീഡിയോസാണ് റിലീസ് ചെയ്യുന്നത്. ഭയങ്കര തെന്നലി ബാൻ പണ്ടൊക്കെ ഒന്നുമില്ല. അപ്ഡേറ്റ് ആയതാണോന്ന് അറിയിച്ചില്ല. ഞാനൊരു ശബ്ദം കേട്ടു. അയ്യോ ആരോ ഗൈസ്. ഞാൻ നോക്കിയപ്പോഴേ ഗൈസ് ഉണ്ട് ഗൈസ്, അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നു. അടുത്തോട്ട് പോയി നോക്കട്ടെ. ബാൻ തന്നെ മതി. ദേഹത്തൊക്കെ ചോര. ഈ സോംബീസാണ്. എനിക്കറിയത്തില്ല. ഞാൻ മനഃപൂർവ്വം ഒരു സ്റ്റോറി ആക്കുന്നതല്ല. അവിടെ ഗൈസ് ബ്ലഡൊക്കെ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചിരിക്കും ഗൈസ്. ഈ വണ്ടിക്കകത്ത് നടക്കുന്നു. അയ്യോ ഫ്രണ്ട്സ് പിടിച്ചിരുന്നു. എടാ പിടിച്ചിരുന്നു. അയ്യോ എൻ്റെ ലാസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കൊല്ലാൻ നോക്കുന്നു. എല്ലാത്തിനും യുദ്ധമായിരിക്കും അവസ്ഥ. ഇനി ഒരു കാര്യമേ പറ്റും ഗൈസ്. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്ത് പറ്റുമോ ഗൈസ്? ഏക്കെ ഇപ്പം വരാം, ഒരു വീഡിയോ വരും ഗൈസ്. ഇത് ആഡിൻ്റെ എടുത്ത് വെച്ചെടുക്കുന്നതാണ്. നമ്മൾ തീറ്റിക്കണം അതോ വീഡിയോയിലെ ആൾക്കാർ തീറ്റിക്കോ? മുളക് അണ്ണാക്കിയോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ ബൈ. വീഴുന്നില്ല. ലെവൽ കംപ്ലീറ്റഡ്. ഓക്കെ ബൈ. ചുമ്മാതെ നമുക്ക് വീഡിയോ ഗെയിമായിട്ട് കാണാം. അപ്പോൾ വന്നു നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണം. എനിക്ക് എവിടും ഇനി പാടാ. നേരത്തെ ഞാൻ വെളിയിറങ്ങിയപ്പോൾ എന്നെ കടിക്കാൻ വന്നേ. വേക്കപ്പ്
ഗൈസ് ഇനി എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു വണ്ടി കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ പറ്റും. ഞാൻ വണ്ടി നോക്കട്ടെ ഗൈസ്. ഗൈസ് അയ്യേറ്റെടുത്തും ജീവനുണ്ട്. ഇനി ഇതൊരു വണ്ടിയല്ലേ കിടക്കുന്നത് ഗൈസ്. പിന്നെ ഒരു വിഷമം ഓർത്താൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ചത്തു. കാരണം അവന്മാർ നമ്മളറിയാതെ അവന്മാരുടെ തലയിൽ കൂടെ നമ്മൾ വണ്ടി കയറ്റി. സംഭവം നമ്മൾ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിലും അത് നമ്മളെ ഫ്രണ്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെയ്ക്കും ബൈ, ടാറ്റാ.